ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ആവശ്യകതയുടെ സിംഹഭാഗവും പൂർത്തീകരിച്ചിരിക്കുന്നത് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിലൂടെയാണ്. പ്രത്യേകിച്ച് ഇറാഖ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായിരുന്നു ഇന്ത്യ പ്രധാനമായും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ 2022 റഷ്യയുടെ ഉക്രൈൻ യുദ്ധത്തോടെ ഈ സാഹചര്യം മാറുന്ന കാഴ്ച നാം കണ്ടു. ക്രൂഡ് ഓയിൽ പ്രധാന വരുമാന മാർഗമായി കാണുന്ന രാജ്യങ്ങൾക്ക് തിരിച്ചടി വരുമെന്ന സൂചന നൽകി പുതിയ സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത്. ആഗോള വിപണിയിൽ അപ്രതീക്ഷിത മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. കുതിച്ചുയർന്ന സ്വർണ്ണവില കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറയുകയാണ്. എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് ബിറ്റ്കോയിൻ വില 1 ലക്ഷം കടന്ന് കുതിക്കുന്നു. ക്രൂഡ് ഓയിൽ വിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. ഡോളർ കരുത്ത് വർദ്ധിപ്പിക്കുകയും മറ്റു കറൻസികൾ വെല്ലുവിളി നേരിടുകയും ചെയ്യുന്നു. ഇതിനിടെയാണ് പുതിയ സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. വില വർദ്ധിക്കണമെന്നും ബജറ്റ് പദ്ധതികൾ പൂർത്തിയാക്കണമെന്നും ആഗ്രഹിക്കുന്ന സൗദി അറേബ്യ, UAE ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾക്ക് ആശങ്ക നൽകുന്നതാണിത്. അതേസമയം വില കുറയ്ക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്ന ഇന്ത്യക്ക് നേട്ടവുമാകും ഇത്. അധികം വൈകാതെ ക്രൂഡ് ഓയിൽ വില കുത്തനെ കുറയുമെന്നാണ് സർവേ ഫലം. നിയമകമ്പനിയായ ഹൈനസ് ബൂണി LLCയുടെ സർവേ റിപ്പോർട്ടിൽ ക്രൂഡ് ഓയിൽ ബാരലിന് $60 താഴെയായി കുറയുമെന്നാണ് വിവരം. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ആദ്യ പകുതി പിന്നിടുമ്പോൾ മാറ്റമുണ്ടാകുമെന്നും സർവേ ഉദ്ധരിച്ചുള്ള ബ്ലൂംബർഗ് റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കൻ ക്രൂഡായ WTI ബാരലിന് $58.62 മാറുമെന്ന് സർവേയിൽ ഭാഗമായി 26 ബാങ്കുകളും കരുതുന്നു. 2027 ഇത്രയും ഇടിയുകയത്രേ. നിലവിൽ WTI ക്രൂഡ് ബാരലിന് $68 മുകളിൽ വിലയുണ്ട്. അതായത് 2 വർഷം കഴിയുമ്പോൾ $10 വില ഇടിയും. ട്രംപിന്റെ ചില നടപടികൾ ഇതിന് കാരണമാകുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ക്രൂഡ് ഓയിൽ ഉൽപാദനം കൂട്ടണമെന്ന നിലപാടുള്ള വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. ഷെൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളെ അദ്ദേഹം ഇതിന് പ്രേരിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ട്രംപ് ഭരണകൂടം എണ്ണ ഉൽപാദനം കൂട്ടാനുള്ള പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കാനുള്ള സാധ്യത തള്ളാനാകില്ല. OPEC രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയ്ക്ക് പുറമെ ഈ എണ്ണ കൂടി ഉയർന്ന അളവിൽ വിപണിയിലെത്തുമ്പോൾ സ്വാഭാവികമായും എണ്ണവില കുറയും. ട്രംപ് ഭരണകൂടത്തിന്റെ നയം കാരണം ബ്രെന്റ് ക്രൂഡ് ബാരലിന് $60 അടുത്തിടെ സിറ്റി ബാങ്ക് നിരീക്ഷകരും അഭിപ്രായപ്പെട്ടിരുന്നു. ഇറക്കുമതി നികുതി കൂട്ടാനുള്ള ട്രംപിന്റെ നീക്കവും ഇതിന് കാരണമാകും. നിലവിൽ OPEC രാജ്യങ്ങൾ ഉൽപാദനം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ട്രംപ് അധികാരം ഏറ്റെടുത്താൽ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. ഉക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന സൂചന വന്നു കഴിഞ്ഞു. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടുമുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ വർദ്ധിക്കുകയുമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിയിരുന്ന ചൈനയിൽ നിന്ന് ആവശ്യം കുറഞ്ഞതും എണ്ണവില കുറയാൻ കാരണമാകും. ഇതെല്ലാം ഇന്ത്യ പോലുള്ള ഇറക്കുമതി രാജ്യങ്ങൾക്ക് നേട്ടമാണ്. എന്നാൽ ബാരലിന് $96 എങ്കിലും എത്തണമെന്ന് കരുതുന്ന സൗദി അറേബ്യയ്ക്കും മറ്റും GCC രാജ്യങ്ങൾക്കും ആശങ്ക സമ്മാനിക്കുന്നതുമാണ്. ഇന്ന് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി റഷ്യ ഉയർന്നു വരുമ്പോൾ ഇറാഖിന്റെയും സൗദി അറേബ്യയുടെയും വിഹിതം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് സൗദി അറേബ്യയ്ക്ക് തന്നെയാണ്.